ഈ കരാറിലാണ് ഞങ്ങളെ ജയിലിൽ നിന്ന് പുറത്തിറക്കിയത്. ഓ, അപ്പൊ നിങ്ങൾ ജനസേവനക്കാരാണല്ലേ? ഹേയ്, ഞങ്ങൾ കസ്റ്റോഡിയൽ എഞ്ചിനീയേഴ്സാ. എന്തായാലും തൽക്കാലം ഇവനോട് വഴക്കി നിൽക്കണ്ട. നോക്കുച്ചാൻ, ജീവിതത്തിൽ നല്ല മൂല്യങ്ങൾ കുട്ടികൾ നമ്മളെ കണ്ടുവേണം പഠിക്കാൻ. ഇവരാരും ഒരിക്കലും ഞങ്ങളെ പോലെ കള്ളന്മാരാവരുത്. നിങ്ങൾ വളരെ തമാശക്കാരനാണല്ലോ അമ്മാവ. അതെ, എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾക്ക് കയറ്റുമതി ഇറക്കുമതി ബിസിനസ് ആണല്ലേ അമ്മാവ? കള്ളം പറയാ? കള്ളമല്ല, അതായത് പച്ചക്കള്ളമല്ല, ഇതൊരു കള്ളമാണ്. എൻഫോഴ്സസിന് ഇത്രയും നല്ല മരുമക്കൾ ഉണ്ടായിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ച കാര്യമല്ല കേട്ടോ ജൂലി. നല്ല കുട്ടികളോ ജാക്കി, ആ 3 പേര് ലോകത്തിലെ ഏറ്റവും വലിയ വിരുദ്ധന്മാരാ. നിങ്ങൾ വിഷമിക്കണ്ട, ഇവരുടെ കാര്യം ഞാൻ ഏറ്റു. ഞാൻ നിങ്ങളെ ശിക്ഷയല്ലേ, അവരെ ഞാൻ കണ്ടുപിടിച്ചോളാം. ജൂലി, തെറ്റായിട്ട് നീ ഇങ്ങനെ കണക്കുകൂട്ടാൻ പാടില്ല കേട്ടോ. ചിലപ്പോൾ നമ്മളുടെ കണക്കുകൂട്ടലൊക്കെ തെറ്റായിട്ട് നടക്കാൻ വളരെ സാധ്യത ഞാൻ കാണുന്നുണ്ട്. തലകീഴായി വീഴുന്നത് ആപത്താണ്. ആ, സത്യം അറിയണമെങ്കിൽ എനിക്ക് ധൈര്യം വേണം. ആ മരുമക്കളുടെ കാര്യത്തിൽ എനിക്ക് സംശയമാണ്. ഞാനത് തെളിയിക്കും. ഒരു ബാക്കപ്പ് കിട്ടേണ്ട താമസേ ഉള്ളൂ. ജൂലി, ഹലോ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തേ, ഈ മാന്ത്രികക്കല്ലേ സുഖാണോ? ജൂലി, നീ എവിടേക്കാ ഈ പോകുന്നത്? ഡ്രാഗൺസിന്റെ ഒരു മീറ്റിംഗ് ഉണ്ട് ജാക്കി. ഞങ്ങളുടെ ബാച്ചിലെ ആദ്യത്തെ മീറ്റിംഗാ. ഓ ജൂലി, നീ എങ്ങോട്ടാണ് പോകുന്നത്? ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് പ്രോജക്ട് എന്തെങ്കിലും ആയിരിക്കുമോ ജൂലി? ക്രാഫ്റ്റോ? അതിന് ചാൻസ് ഒന്നുമില്ല. ഡ്രാഗൺസിന്റെ ഐഡിയ അതിനേക്കാളും വലുതാ. ചിലപ്പോ കാട്ടിലേക്ക് ഒരു സാഹസിക യാത്ര നടത്തേണ്ടി വരുമെന്ന് തോന്നുന്നത്. മൃഗങ്ങളോട് പോരാടേണ്ടി വരും. നിങ്ങൾ എന്താ തമാശ കളിക്കാ? ഇതാണോ കാട്ടിലെ സാഹസിക യാത്ര? ഓക്കെ ഡ്രാഗൺ സ്കൗട്ട്സ്, ഇന്നത്തെ നിങ്ങളുടെ ആദ്യത്തെ അസൈൻമെന്റ്സ് നാച്ചുറൽ സ്റ്റഡീസ് ആണ്. ഇന്ന് നിങ്ങൾ പക്ഷികളെ നിരീക്ഷിക്കാൻ പോവുകയാണ്. പക്ഷി നിരീക്ഷണമോ? റെഡിയാകൂ ഡ്രാഗൺ സ്കൗട്ട്സ്, നമുക്ക് ആരംഭിക്കാം. നന്നായി കേട്ടോളൂ, നിങ്ങൾക്ക് 60 മിനിറ്റ് സമയമാണുള്ളത്. നിങ്ങളെ രസിപ്പിച്ച എല്ലാ കാഴ്ചകളും നോട്ട് ചെയ്ത് വെക്കണം. ഞാൻ അവസാനം അത് ചെക്ക് ചെയ്യുന്നതായിരിക്കും. ആ സൂ ഏരിയയിലേക്ക് ആരും കടക്കരുത്. ലെറ്റ്സ് സ്റ്റാർട്ട്. ആദ്യത്തേത് ഐസ്ക്രീം മോഷണമാണല്ലേ? ഞങ്ങളുടെ പക്ഷികളെ നോക്കിക്കൊണ്ടിരിക്കുക. നിനക്ക് എന്താ വേണ്ടത്? അതെ, ഞങ്ങളൊരു പ്രാവിനെ കണ്ടതാ. ഒരു സുന്ദരി പ്രാവിനെ. ഞാനുള്ളപ്പോ അത് നടക്കില്ല. ഓ, എനിക്ക് മനസ്സിലായി. അവൾ ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റാത്തോണ്ട് നമ്മുടെ കൂടെ കൂടാൻ വന്നിരിക്കുക. അങ്ങനെ ആരാ പറഞ്ഞത്? ഇവള് നുണച്ചിയാ. ഇവളോട് അങ്കിളിനെ പോലെ തന്നെ. ഓ, ഒന്നങ്ങ് നിക്ക്. എന്റെ അങ്കിൾ ആരാന്ന് അറിയണ്ടേ? ഓ, ഞങ്ങൾക്ക് നിന്റെ അങ്കിൾ ആരാന്നറിയാം. നിന്റെ അങ്കിൾ ഒരു കോന്തനാ. നിന്റെ അങ്കിൾ ഒരു കോന്തനാ. ഒരു ജോലി പോലും ഇല്ലാണ്ട് അലന് നടക്കുക. ഞങ്ങളുടെ അമ്മാവന്മാരൊക്കെ വലിയ ആൾക്കാരെ അറിയോ? അതുകൊണ്ടാ നിന്റെ അങ്കിൾ ഞങ്ങൾ അമ്മമാരെ ചുറ്റി നടക്കുന്നത്. നീ തോറ്റു. ഹേയ്, എന്റെ അങ്കിൾ ജാക്കി എന്നോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ അമ്മാവന്മാരൊക്കെ കള്ളന്മാരാണെന്ന്. പറഞ്ഞത് തിരിച്ചെടുത്തോ? ഞാൻ പറഞ്ഞത് തിരിച്ചെടുക്കാറില്ല. എപ്പോഴാ തോറ്റതെന്ന് പറ. ജൂലി, ഒരു ഉപദേശം തരട്ടെ? നിന്റെ ഉപദേശം എനിക്ക് വേണ്ടടോ. വല്ലാത്തൊരു നാറ്റം. ഓ, മനസ്സിലായി, നീയാണല്ലേ? നമുക്ക് അവളെ സഹായിക്കണ്ടേ? എങ്ങനെ? എന്നോടൊന്നും ചോദിക്കണ്ട. അവളുടെ ചാട്ടം കണ്ടില്ലേ? എന്തൊരു അത്ഭുതം. പോൾ വോൾട്ട് മാതിരി. ഇവളെങ്ങനെ ഇതൊക്കെ പഠിച്ചത്? അറബിക്സ്. അവളെ കരടിയെ കണ്ടപ്പോൾ പേടിച്ചിരിക്കായിരുന്നു. വേണ്ട വേണ്ട, എന്നെ ഒന്നും ചെയ്യരുത്. എന്റെ തൊപ്പി ഒന്ന് തിരിച്ചു തരുവോ? എന്റെ തൊപ്പിത്താ, എന്റെ തൊപ്പിത്താ. പ്ലീസ് പ്ലീസ്. നീ തോറ്റി, നീ തോറ്റി. കിട്ടിയതൊന്നും മതിയായില്ലേ? ഡ്രാഗൺ സ്കൗട്ട്